എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇതിൽ ഉദ്ദേശിക്കുന്നത് യജ്ഞ സപ്താഹ നവാഹ ജ്ഞാനയജ്ഞങ്ങൾ ശിവപുരാണം അങ്ങനെ തുടങ്ങിയ യജ്ഞങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്ന ആചാര്യ പൗരാണിക വാദ്യകലാകാരന്മാർ യജ്ഞഹോതാവ് ഇങ്ങനെ തുടങ്ങിയ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അവരെ പരിചയപ്പെടുത്തുക, അതിനോടൊപ്പം തന്നെ അവർക്ക് ഈ മേഖലയിൽ നിന്നിട്ട് അനുഭവങ്ങൾ, അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂട്യൂബിലൂടെ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ പാവുമ്പ രാധാകൃഷ്ണൻ സാർ അവരുകളാണ്. നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം നന്നായി കാണണം, നന്നായി സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. അത് ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രഭാഷണം ചെയ്യാൻ കഴിയാഞ്ഞത് എൻ്റെ ഗുരുനാഥൻ അന്ന് പറഞ്ഞായിരുന്നു, ഈ പ്രഭാഷണം എന്ന് പറയുന്നത് ഒരേ രീതിയിൽ സംസാരിച്ച് പോവുകയാണ്. അതെ അതെ. ഈ പാരായണം എന്ന് പറയുമ്പോൾ സംഗീതത്തിൻ്റെ ഒരു 3 കാലം ഉണ്ടല്ലോ. അപ്പം ആരോഹണ ക്രമത്തിലാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിൽ രണ്ടും കൂടെ പൊരുത്തപ്പെട്ടു പോകത്തില്ല. ശരി. ഇപ്പോൾ തന്നെ നമ്മൾ വായിച്ചിട്ട് ഈ നാളത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംസാരിച്ച് കഴിയുമ്പോൾ ശബ്ദത്തിന് വല്ലാത്തൊരു ഇറച്ചി ഉണ്ടാകും. അങ്ങനെയാണല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരേ രീതിയിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരേ രീതിയിലേക്ക് പോകുന്നല്ലോ. മറ്റേത് വായന എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ, ഉണ്ടാകും. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി എന്ന് ഗുരുനാഥൻ്റെ അഭിപ്രായമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും വായിക്കുന്നതിലാണ് കൂടുതൽ താല്പര്യം. കാരണം കുടുംബ പാരമ്പര്യമായിട്ട് ഭാഗവതം വായനക്കാരായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ വായിക്കുമായിരുന്നു, അപ്പൂപ്പൻ വായിക്കുമായിരുന്നു. അപ്പൂപ്പൻ അന്നത്തെ ഒരു ആചാര്യനായിരുന്നു, കാഞ്ഞിരത്തിനാലാശാൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ആ ഒരു പാരമ്പര്യം ഇങ്ങോട്ട് തഴവ രാമകൃഷ്ണനുള്ള ജ്ഞാനമ്മ ചേച്ചി, എൻ്റെ പെങ്ങളോ ചേട്ടനോ, എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ പോയിക്കൊന്നു. അപ്പം ആ പാരമ്പര്യം നമ്മൾ വരെ നിലനിർത്തി. ഈ ഇപ്പോഴത്തെ ഈ 50 വർഷം മുമ്പ് തൊട്ടേ സപ്താഹം കാണുന്നതാണല്ലോ. അതിൽ ഈ കിളിപ്പാട്ടിനെ സംബന്ധിച്ച്, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിനെ സംബന്ധിച്ച് പൂർണ്ണമല്ല എന്നൊരു വിമർശനം ഉണ്ട്. അത് പൂർണ്ണമല്ല എന്നൊക്കെ ഇങ്ങനെ ആരൊക്കെ ഈ മൂലം കൈകാര്യം ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് പറയാൻ അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ മൂലവുമായിട്ട് വലുതായി ബന്ധമില്ല. ഇതാണ് നമുക്ക് ആധാരം. നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം ഇതാണ്. നമുക്കിതാണ് ഏറ്റവും വലുത്. ഈ ഗ്രന്ഥം ആണ് നമുക്കെല്ലാം തന്നത്. 12 വയസ്സ് മുതൽ നമ്മൾ തുടങ്ങി എല്ലാം തന്നു ഭഗവാൻ. എനിക്ക് എല്ലാം തന്നു. ഞാൻ ആഗ്രഹിച്ചത് ഒന്നും, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എങ്കിലും എനിക്ക് വേണ്ടതൊക്കെ ഭഗവാൻ തന്നു. അതില്ല ഈ ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാഗവതം വായിച്ചുള്ളൊരു ജീവിതം മതി, ഭാഗവതം പറഞ്ഞൊരു ജീവിതം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഭാഗവത പ്രഭാഷണത്തിലേക്ക് കടക്കാൻ. ഇപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ആചാര്യനാണല്ലേ? ഞാൻ പറഞ്ഞത് അതെ. എന്താ അപ്പോൾ ഇപ്പോൾ വായനയില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഭാഗവതം വായിക്കാത്ത ആളാണ് എന്നാണ്. പ്രഭാഷകൻ മാത്രം ചെയ്യാനുള്ള അങ്ങനെയാണ് തുടക്കം മുതൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ തുടക്കം മുതൽ ഇപ്പം ചലിസ്വരൂപാനന്ദ സ്വാമിജി അദ്ദേഹം ആചാര്യസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പ്രഭാഷണം മാത്രമേ ചെയ്തുള്ളായിരുന്നു. അപ്പോൾ ഭാഗവതം വായിക്കുന്ന ആചാര്യന്മാർ വളരെ കുറവാണ്. ഇപ്പം ഈ മൂലം സപ്താഹം നടക്കുന്നവരാണെങ്കിൽ അവർ ഭാഗവതം പറയുകയും വായിക്കുകയും ചെയ്യും. വായിക്കുന്നവരാണ് അതിൽ ആചാര്യൻ. അപ്പോൾ ഈ കിളിപ്പാട്ട് സപ്താഹ യജ്ഞവേദിയിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആചാര്യസ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത ഉണ്ടായിട്ടല്ല, എൻ്റെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കുറേ വർഷത്തെ ഒത്തിരി വർഷമായിട്ട് നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയതായതുകൊണ്ട് ഈ കേരളത്തിലിപ്പോൾ എനിക്ക് തോന്നുന്നത് എറണാകുളം മുതൽ തെക്കോട്ട് ആണ് കിളിപ്പാട്ടിന് കൂടുതൽ. അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറവാണ്, വളരെ കുറവ്. ആ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ? ഇല്ല, ഞാൻ തൃശ്ശൂർ വരെ ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് പിന്നെ ബിലായി, അതുപോലെ ബോംബെയിൽ, ഡൽഹിയിൽ, അത് ഭോപ്പാല്, അങ്ങനെ പോയി ചെയ്യാറുണ്ട്. ഇന്ത്യക്ക് പുറത്തൊരു സ്ഥലത്ത് ചെയ്തു, ദുബൈയിൽ. അവിടെ ആദ്യം തുടങ്ങി ഞാൻ.
ഈ നമ്മൾ പൊതുവിൽ ഇപ്പോൾ ഈ കണ്ടിരുന്ന യജ്ഞത്തെക്കുറിച്ച് കുറേ വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. പൊതുവിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയും വർഷ പാരമ്പര്യമുള്ള രീതിയിൽ നമ്മളെപ്പോലെയൊക്കെയുള്ള തുടക്കക്കാരോട് പറയാൻ എന്താ ഒരു ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ മൂലഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ യജ്ഞം എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ടുള്ളവരും അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്നവരൊക്കെ ഉണ്ണിയൂട്ട് ചെയ്യുന്നു. എന്താണ് അതിൻ്റെ പശ്ചാത്തലമെന്ന് ഇവർക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഈ പലരും പല വിധത്തിലാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ കേട്ടത് ഇപ്പോൾ തന്നെ ഈ ഉദാഹരണം, ഈ ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ സപ്താഹം നടക്കുമ്പോൾ ഉണ്ണിയൂട്ട് നടത്തുന്നു. ഈ ഉണ്ണിയൂട്ട് നടത്തുമ്പോൾ ഇവിടെ വെച്ച് ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ദോഷം തീരാനാണ് ഇവിടെ വെച്ച് ഉണ്ണിയൂട്ട് നടത്തുന്നത്, ഉണ്ണിയൂട്ടിൽ പങ്കെടുക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. നമുക്കങ്ങനെ വിചാരിക്കാനേ പറ്റില്ല. ഈ ചോറ് കൊടുക്കുക എന്ന് പറയുമ്പോൾ 6 മാസം പ്രായമുള്ളപ്പോഴാണ്. ചോറ് കൊടുക്കാത്ത കുഞ്ഞിനെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ചോറ് കൊടുത്തെങ്കിൽ മാത്രമേ കുഞ്ഞ് മനുഷ്യഭാവമാവും. അപ്പോൾ ആ ഒരു സങ്കല്പം വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉണ്ണിയൂട്ട് നടത്തുന്നതെന്ന് പറയാൻ എനിക്ക് പ്രയാസമാണ്. അതുപോലെ തന്നെ തൊട്ടിലായിട്ട് നടന്ന സ്ഥലങ്ങളുണ്ട്, അതൊന്നും ഇതിലില്ലാത്തതാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ വെച്ച്, ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഈ മൃത്യുഞ്ജയവും നവഗ്രഹ പൂജയും നടത്തുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. നമ്മൾ നടത്താറില്ല, ഇദ്ദേഹം നടത്താറില്ല. ഞാൻ നടത്തിയിട്ടില്ല, സമ്മതിക്കില്ല, ചെയ്തില്ല. അല്ലെങ്കിൽ ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യണം. യജ്ഞശാലയിൽ ഭഗവാനാണ് ഇരിക്കുന്നത്, അവിടെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ചെയ്യുന്നവരൊക്കെ ചെയ്തോട്ടെ, അതിനകത്ത് നമുക്ക് വിരോധമൊന്നുമില്ല. ഇല്ല, നമുക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിരോധമില്ല. പക്ഷേ എങ്കിലും അത് നിയമവിരുദ്ധമാണ് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു ഏകോപനമില്ല, നമ്മുടെ ഈ യജ്ഞത്തിനൊരു ഏകോപനമില്ല. പലരും പലവിധത്തിൽ ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണോ അവരുടെ മനസ്സിൽ തോന്നുന്നത് അതുപോലെ അങ്ങ് ചെയ്യുകയാണ്. ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് യജ്ഞം എന്നൊരു ചർച്ചയൊക്കെ അങ്ങനെയും പറയാറുണ്ട്. അതും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സാമ്പത്തിക ലാഭമാണ് പലരുടെയും ലക്ഷ്യം. അതിനുവേണ്ടി ഈ പലതും ചെയ്യുന്നവരുണ്ട്. എന്നാലും സപ്താഹ നടത്തി ഉയർന്ന ക്ഷേത്രങ്ങൾ ഒരുപാട് അതൊരു നല്ല കാര്യമാണ്. സപ്താഹ യജ്ഞം നടത്തി എല്ലാ ക്ഷേത്രങ്ങളും അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഈശ്വരൻ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം ഈ കുട്ടികളില്ലാത്ത ദമ്പതിമാർക്കൊക്കെ ഈ സന്താന ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നുണ്ട്. അല്ല, അതിനുവേണ്ടി ആചാര്യന്മാർ ശ്രമിക്കുന്നത് തെറ്റുണ്ടോ? അതിന് തെറ്റൊന്നുമില്ല. നമ്മൾ യജ്ഞശാലയിൽ ചെയ്ത് കൊടുക്കണം ക്ഷേത്രത്തിൽ എന്ന് പറയാമല്ലോ. നമ്മളും പറയാറുണ്ടല്ലോ. അതിനൊന്നും കുഴപ്പമില്ല. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആയിരിക്കണം. അതെ, നമ്മുടെ അഭിവൃദ്ധിക്ക് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കാരണം എന്നിട്ടും അതിനെ വിമർശിക്കുന്നവരുണ്ട് ധാരാളം. അങ്ങനെ പറയാൻ പാടുണ്ടോ? യജ്ഞശാലയിൽ അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പിന്നെ ചിലരുടെ സ്വഭാവം എന്ന് പറയുന്നത്, ചില ആചാര്യന്മാർ ആ പച്ച സാരി കൊടുത്ത ചേച്ചി ഒന്ന് എഴുന്നേറ്റ് ഒരു 50,000 രൂപ ഇവിടെ കൊടുക്കണം കേട്ടോ എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെയുള്ള രീതി മാത്രമേ ഉള്ളൂ. അതല്ല പൊതുവിൽ പറയുക, ഇഷ്ടമുള്ള ഭക്തന്മാർക്ക് ചെയ്യാം. ഭഗവതി ഞാൻ പലയിടത്തും പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറയാറുണ്ട്, ക്ഷേത്രത്തിൽ ഇന്ന ചെയ്തിട്ടുണ്ട് പറയാറുണ്ട്. ഞാൻ ചോദിച്ചത്. ഞാനങ്ങനെ പറയാറുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ ക്ഷേത്രത്തിൽ ഭാഗവതം ഉള്ളത് എല്ലാം കുത്തഴിഞ്ഞ് കിടക്കും. ഞാൻ പറഞ്ഞ ആരെങ്കിലും ഭക്തജനങ്ങൾ ഒരു 4-5 ഭാഗവതമായിരുന്നു, 3 മതിയെന്ന് പറഞ്ഞു, ഒരു 6 ഭാഗവതം വന്നു. അപ്പോൾ ഇങ്ങനെ ഒക്കെ അമ്പലത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ നമ്മളിപ്പോൾ ആചാര്യ സമ്പ്രദായമൊക്കെ എത്തി, പൗരാണിക സമ്പ്രദായമൊക്കെ എത്തി. പക്ഷേ ഈ മേഖല ഇപ്പോഴും സാറ് പറഞ്ഞ പോലെ ഒരു വ്യവസ്ഥാപിതമല്ല. അവരവരുടെ കാഴ്ചപ്പാടി പോവില്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വെൽഫെയറോ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ ഭഗവാൻ തന്നെ രക്ഷിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹം. എങ്കിൽ പോലും ഇതൊരു കലയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ ഉണ്ടല്ലോ. ഇത് കലയായിട്ട് ഗവൺമെൻറ് ഇത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട്, ഇവരുടെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ നിലവിലിപ്പോൾ ഈ ഭാഗവത പൗരാണികർ ആചാര്യന്മാർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ? ഒരു വെൽഫെയറും ഇല്ല. ഒന്നും നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇതുവരെയൊക്കെ കണ്ടുവരുന്നത് ഇപ്പോൾ എല്ലാവരും വായിക്കുന്നു, എല്ലൊക്കെ കിട്ടുന്നു, കഴിക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നും മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു നമ്മൾ കാണാറില്ല. പിന്നെ ഈ പറഞ്ഞ ഇദ്ദേഹം ശ്രീമൻ ജഗന്നാഥ ശർമ്മ ഇപ്പം ചെയ്യുന്ന ആ ഒരു നല്ല കാര്യമാണ്.
എനിക്ക് വളരെ സന്തോഷമാണ് ആ കാര്യത്തിൽ. കാരണം ധാരാളം ആളുകളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭാവന ചെയ്ത് അവർക്കൊരു നന്മ ചെയ്യുക, അതൊരു നല്ല കാര്യമാണ്. അത് 100% ഞാൻ കുറച്ച് ആൾക്കാർ ആചാര്യന്മാരോട് ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വന്നാൽ കൊള്ളാമായിരിക്കും. നല്ല കാര്യമാണ്. ഒരു നല്ലൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനൊരു എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ നമ്മളെന്ന് പറയുമ്പോൾ ആരും അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം ഈ യജ്ഞപൗരാണികനായാലും ഇപ്പം എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പം അതിൽ നിന്നൊരു സംഖ്യ മാറ്റിവെക്കാനൊന്നും അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മുടെ കൂടെ വരുന്നവരെല്ലാം ഇപ്പോൾ 40, 50, 60 വയസ്സ്, 50 വയസ്സൊക്കെ 60 വയസ്സാകുമ്പോൾ ആരോഗ്യം വരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. പെട്ടെന്നൊരു ഓപ്പറേഷനൊക്കെ വരുമ്പോൾ അപ്പോൾ അവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ഇപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ചെന്ന് നോക്കി അറിയാം, അന്ന് നീക്ക് വന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ ഏറ്റവും കഷ്ടപ്പെട്ടവർ നമ്മളായിരുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടവർ. അപ്പോൾ അതിന് പൊതുവിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നന്നായിരിക്കും എല്ലാവരും കൂടി ചേർന്ന്. പക്ഷെ അതിങ്ങനെ പല വിധത്തിലാവരുത്. എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഇത് ഏകോപനം നടത്തണമെന്ന് പറഞ്ഞ സംഘടനകളൊക്കെ ഉണ്ടായി. സംഘടനകളിലൊക്കെ അഭിപ്രായപ്പെട്ടത് ഇത് നമുക്കൊരു ഏകോപനം വേണം, ഒരേ രീതി പോകണം സപ്താഹയജ്ഞം എന്നൊക്കെ. പക്ഷേ അതൊന്നും നടന്നില്ല. അതിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഏകോപനമില്ലാതായി. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലൊരു സപ്താഹയജ്ഞം ഇവിടെ നടത്തിയാലും ഒരേ രീതിയിലായിരിക്കണം. ഏതാചാര്യം വന്ന് നടത്തിയാലും അതേപോലെ ആയിരിക്കണം. ആ ഒരു സമ്പ്രദായം അത് വരുമോ എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ചിട്ട അനുസരിച്ച് രാവിലെ എപ്പോൾ തുടങ്ങും, എങ്ങനെയാണ് തീരുക? എൻ്റെ ചിട്ട അനുസരിച്ച് എന്ന് പറഞ്ഞാൽ രാവിലെ 5:30 ആകുമ്പോൾ ഗണപതി ഹോമം തുടങ്ങും. 6:15 അത് സമർപ്പിക്കും. 6:30 ഞാൻ വിഷ്ണു സഹസ്രനാമം തുടങ്ങും. അത് എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. അത് കഴിഞ്ഞാൽ ഈ 5:30 മണിക്ക് ഗണപതി ഹോമം തുടങ്ങുമ്പോൾ തന്നെ ഈ നാമജപം ഉണ്ടാവും. ഈ 6:30 ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്രന്ഥപൂജയാണ്. ഗ്രന്ഥപൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഭാഗവത കീർത്തനം പാടിയത് തുടങ്ങാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം, ഈ ഗ്രന്ഥപൂജയാണോ ഗ്രന്ഥ നമസ്കാരമാണോ? ഗ്രന്ഥപൂജ ഭാഗവത പൂജ, ഗ്രന്ഥപൂജ. പിന്നെ പണ്ട് പോലെ ഗ്രന്ഥ നമസ്കാരം, ഗ്രന്ഥത്തെ നമസ്കരിക്കുന്നു എന്നുള്ള. അത് കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോഴേക്കും അതും ആകുമ്പോഴത്തേക്കും ഒരു 7 മണിയാവും. 7 മണിക്ക് ഭാഗവത കീർത്തനം പാടാൻ തുടങ്ങും. അവിടെ മുതലൊക്കെ തുടങ്ങുകയാണ്. നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും പോകാറില്ല. നമുക്ക് 11:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വരേണ്ടതായ പോർഷനാവും. 11:30 നമ്മൾ നാളത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയും, ഭാഗവത കീർത്തനം പാടും. അത് കഴിഞ്ഞാൽ പ്രഭാഷണത്തിൻ്റെ സമയം കൊടുക്കും 1 മണി വരെ. 2 മണിക്ക് വീണ്ടും തുടങ്ങും. 4:30, 4:45 ആകുമ്പോഴത്തേക്ക് നമ്മുടെ സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമ ജപവും ക്ഷേത്രത്തിലെ ദീപാരാധന വരെയും പ്രഭാഷണം. ചിലപ്പോൾ ആരും കാണത്തില്ല, പ്രഭാഷണം കേൾക്കാനുണ്ട് എങ്കിലും നമ്മളത് ചെയ്തിരിക്കും. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ദീപാരാധന. അത് കഴിഞ്ഞ് നമ്മൾ യജ്ഞശാലയിൽ സമൂഹ പ്രാർത്ഥനയും ദീപാരാധന. നമ്മൾ സമൂഹ പ്രാർത്ഥന എന്ന് തന്നെയാണ് ഇന്നും നമ്മൾ പറയുന്നതാണ്. ലഹരിയൊന്നുമില്ല. സമൂഹ പ്രാർത്ഥന, ദീപാരാധന എല്ലാം കൂടെ 8 മണി അല്ലെങ്കിൽ 8:10 ഈ സമയത്ത് നമ്മൾ സമർപ്പിക്കും. അത് കഴിഞ്ഞ് അവരെ കൊണ്ട് നമ്മൾ ഇപ്പോൾ എല്ലാവരും മംഗളാരതി നടത്തുന്നുണ്ട്. ഞാനങ്ങനെ എനിക്കത് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യിക്കുന്നു പറഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ ഒരു വിളക്ക് വയ്ക്കും. ആ വിളക്ക് വെച്ച് ഒന്ന് പൂജ ചെയ്ത് ഈ അന്നേരം ഉണ്ടാകുന്ന ആളുകൾക്ക് കയ്യിൽ കുറച്ച് പുഷ്പം കൊടുക്കും. ആ പുഷ്പം കയ്യിൽ വെച്ച് എഴുതി പ്രാർത്ഥിച്ച് ആ വിളക്കിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് അവരങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അവർക്ക് ഭഗവാന് നിവേദിച്ച പ്രസാദം കൊടുക്കും. അതോടുകൂടി നമ്മൾ സമർപ്പിക്കും. അപ്പോൾ നമ്മൾ ഈ മംഗള ആരതിയല്ല, മംഗള അർച്ചന ചെയ്തിട്ട് നമ്മൾ അന്നത്തെ ഒരു സമർപ്പണം ചെയ്യുക. അതാണ് ചിട്ട. എന്നിട്ട് അവർക്ക് കാണിക്ക അർപ്പിച്ചിട്ട് പോവാം. നമുക്കെപ്പോഴും വേണ്ട. മറ്റേതങ്ങനല്ലല്ലോ, മംഗളാരതിക്ക് അങ്ങനല്ലല്ലോ. നമുക്കൊന്നും വേണ്ട. ഇത് ക്ഷേത്രത്തിന് അല്ലെങ്കിൽ യജ്ഞമണ്ഡപത്തിന് മുന്നിലിരിക്കുന്നതിൽ സമർപ്പിക്കാം. ശരി. ഈ 6-ാം ദിവസം സാധാരണഗതിയിൽ നമ്മൾ ഈ സപ്താഹം കേൾക്കാൻ വരുന്നൊരു സാധാരണ അമ്മമാർ പറയുന്നൊരു കാര്യമാണ്, ഭയങ്കര വേഗതയിലാണ് പാരായണം പോവുക. അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് പോയാൽ മതി. കൃത്യമായിട്ട് നമ്മൾ പോയാൽ അത്രയും സ്പീഡ് വേണ്ട. പിന്നെ 7-ാം ദിവസം ഉച്ചയ്ക്ക് സമർപ്പിക്കുന്ന സ്ഥലമുണ്ട്, വൈകിട്ട് സമർപ്പിക്കുന്ന സ്ഥലമുണ്ട്. ഈ വൈകിട്ട് സമർപ്പിക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ 3 മണി വരെ വായിക്കും. ശരി. ഉച്ചയ്ക്ക് ശേഷവും പാരായണമുണ്ട് 7-ാം ദിവസം. ഓക്കെ. 2 മണി മുതൽ 3 മണി വരെ വായിക്കും.
സംഗ്രഹം ആ സമയത്ത് സംഗ്രഹം വൈകിട്ടേ വായിക്കും. വൈകും അങ്ങനെയാണ്. വൈകിട്ടേ വായിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട. 7-ാം ദിവസം വൈകിട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഉച്ചയ്ക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി വിടും. അതുകൊണ്ടാണ് വേണ്ടി വരുന്നത്. അത് 5-ാം ദിവസം മുതലേ നമ്മൾ സ്പീഡ് കൂട്ടത്തുള്ളൂ. 5 രുക്മിണി സേവനം കഴിഞ്ഞ മുതലേ ഉള്ളൂ നമ്മൾ ഇച്ചിരി സ്പീഡ് കൂട്ടും. ഇതിനിടയിൽ 6-ാം ദിവസം രാവിലെ കുചേല സദ്ഗതി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അത് ഈ എന്തെങ്കിലും ആഡംബരം അങ്ങനെ അത് രാവിലെ 8:30 വായിക്കുക. ഉച്ചയ്ക്ക് സമർപ്പിക്കുന്ന സ്ഥലത്താണെങ്കിൽ രാവിലെ 8:30 വായിക്കും. അപ്പം എന്നിട്ട് ഈ കെട്ടി വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശരി ആ സമയത്ത് നടത്തണം. ഉച്ചയ്ക്ക് പിന്നെ മാറ്റി അങ്ങനെ രണ്ടാമത് എടുക്കത്തില്ല. കാരണം നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ മുമ്പോട്ടാണ് പോകേണ്ടത്. വായിച്ചിട്ട് വീണ്ടും പുറകിലേക്ക് പിന്നീട് നമ്മൾ തിരിയരുത്. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുമ്പോട്ടാണ് പോകേണ്ടത്. അതെ അതെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറകോട്ട് മാറിയിട്ട് ആ കഥ എടുത്ത് വായിക്കുക എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അങ്ങനെ പണ്ടാരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വരുന്ന ആളുകൾ പ്രസാദം കഴിക്കാൻ വരുന്ന ആളുകൾ ആണല്ലോ. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ട. യജ്ഞശാലയിൽ വരേണ്ടവർ അല്ലെങ്കിൽ ഈ കുചേലഗതി കേൾക്കാൻ വരുന്നവർ നമ്മൾ പറയാറുണ്ട്, ഇത് കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ സർവ്വധനസുഖം വേഗം ഉണ്ടായി വരും. അതിനുവേണ്ടി കേൾക്കാൻ വരണം. അല്ലാതെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരുന്നവർ ഈ കുചേലൻ്റെ കഥകളിലൂടെ കണ്ട് ചില നാടകം കൂടെ കണ്ടിച്ച് പോകുന്ന ഒരു സമ്പ്രദായം നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്യുന്നവർ ചെയ്തോട്ടെ, എനിക്കതിനത് വിരോധമില്ല. പക്ഷെ നമ്മൾ ചെയ്യാറില്ല. എനിക്കതിനോട് യോജിപ്പില്ല. ഇതിനൊക്കെ ചിലപ്പോൾ വിമർശനങ്ങളുണ്ടാവും. ഇതിപ്പോൾ കേട്ടിട്ട് തന്നെ പലരും വിമർശിച്ചേക്കാം. ആർക്കും വേണമല്ലോ ആരുടെയും രീതിയിൽ ചെയ്യാം. എൻ്റെ കാര്യം പറഞ്ഞാണ്, ഞാനങ്ങനെ ചെയ്യാറില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ പല സ്ഥലത്തും ഭദ്രദീപം വൈകിട്ട്, നാളെയാണ് സപ്താഹയജ്ഞെങ്കിൽ വൈകിട്ട്, അത് മൂലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മൂല സപ്താഹം നടക്കുന്നിടത്ത് അങ്ങനെ ചെയ്യാറുണ്ട്, വൈകിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ രാവിലെ ചെയ്യാറുള്ളൂ. തലേദിവസം ഒരു വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം പോലെ നടക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് എല്ലാവരും കൂടെ ചെന്ന് നമ്മൾ 1 ദിവസം ചെയ്യാം. ചില സ്ഥലത്ത് കൊടിയേറ്റൊക്കെ ഉണ്ടാവും. കൊടിയേറ്റൊക്കെ ഉണ്ട് ചിലടത്തൊക്കെ. അതൊക്കെ വന്നു ഭവിച്ച ഓരോ അത്രയേ ഉള്ളൂ. പിന്നെ ഈ മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് കൊടിതോരണങ്ങളൊക്കെ അതിൽ നിന്ന് വന്നതാണ് ഈ കൊടിയേറ്റൊക്കെ. കൊടിയേറ്റ് മാത്രമേ ഉള്ളൂ, വേറെ പൂജകളൊന്നും അവിടെ ഇല്ലതാണ്. ഈ രുക്മിണി സ്വയംവരത്തിന് മുതിർന്ന കുട്ടികൾ വേണം, ചെറിയ കുട്ടികൾ വേണമെന്നൊക്കെ 2 അഭിപ്രായം. അങ്ങനെ ഞാൻ സാധാരണ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മെച്യൂരിറ്റി ആയ കുട്ടികൾ നമ്മൾ എടുക്കാറില്ല. നമ്മുടെ ഒരു മിക്കവാറിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കിളിപ്പാട്ടിലൊക്കെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ചെറിയ കുട്ടികളാണ്. മൂലത്തിൽ കുറച്ച് വലിയ കുട്ടികളൊക്കെ എടുക്കാറുണ്ട്. മൂലത്തിൽ ആ സംഭവം ഇല്ല. അങ്ങനെ വിശാലമായിട്ടില്ല. മൂലത്തിലെ ഈ രുക്മിണി വേഷവും ഒന്നും ഇല്ല. അത് വൈകിട്ടാണ്. അപ്പം അത് അങ്ങനെ ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് സംഗീതം പഠിച്ചിട്ടില്ല എന്നാണല്ലോ പറഞ്ഞായിരുന്നല്ലേ? സംഗീതം ആധികാരികം. എൻ്റെ ഗുരുനാഥന് സംഗീതം അറിയാവുന്ന ആളായിരുന്നു. നമ്മൾ ആധികാരികമായിട്ടൊന്നും വലുതായിട്ട് പഠിച്ചിട്ടില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സംഗീതം പഠിച്ച ആളാണ്. അദ്ദേഹം ഫ്ലൂട്ടൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സംസർഗം നമുക്കത് അത് കിട്ടി. എന്തായാലും വളരെ സന്തോഷം. ഇവിടെ വരാൻ വിളിച്ചപ്പോൾ തന്നെ വരാൻ സാധിച്ചു. ഇന്ന് ഡേറ്റ് കിട്ടി, അത് വലിയ കാര്യം. പിന്നെ എന്തായാലും നമ്മുടെ കൂടെ ഇരിക്കാൻ, ഇദ്ദേഹത്തിൻ്റെ കൂടെ എനിക്കൊന്നും ഇരിക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. ഞാൻ യഥാർത്ഥത്തിൽ ഒരു തവണ ഇദ്ദേഹത്തെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, തന്നെ വരാൻ പറ്റിയില്ല. എന്തായാലും ഇനിയും നേൽക്കുനാൾ ഏറെക്കാലം സപ്താഹയജ്ഞശാലയിൽ ഭഗവാന്റെ കഥ പറയാനും പാരായണം ചെയ്യാനും. പിന്നെ അതിനിടയ്ക്കൊരു ചോദ്യം അറിയാം, ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പക്ഷേ വീട്ടിൽ വെച്ചിരിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു. എന്താ അങ്ങനെ കൂടെ ചേർക്കാത്തത്? പേരിൻ്റെ കൂടെ ചേർക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തതാണ്. ഭാഗവത കോകിലം കിട്ടിയിട്ടുണ്ട്, ഭാഗവത ശ്രീ കിട്ടിയിട്ടുണ്ട്, ഭാഗവത ശ്രേഷ്ഠം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊന്നുമല്ല ഞാനെന്ന് എനിക്കറിയാം. ചേർത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഒരിടത്തും നമ്മൾ രാധാകൃഷ്ണൻ തന്നെ നോട്ടീസിൽ വെക്കാറില്ല. ഇല്ല, ഇതൊന്നും അല്ല ഞാനെന്ന് എനിക്കറിയാം. ഭഗവാൻ തരുന്ന ഒരു ബിരുദം മതി എനിക്ക് മറ്റൊരാൾ ബിരുദം തന്ന് സന്തോഷമായിട്ട് ഞാൻ സ്വീകരിച്ചുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് വെട്ടിച്ചിട്ടുണ്ട്. അവരുടെ സന്തോഷം നമ്മൾ വാങ്ങുമെങ്കിലും നമ്മളത് മറ്റൊരു നോട്ടീസിൽ വെക്കാറില്ല. എനിക്കങ്ങനെ ഒരു ബിരുദം വേണ്ട, ഭഗവാൻ തന്ന ആ ഒരു ഇത് മതി എനിക്ക്. നമുക്കിപ്പോൾ ഒരുപാട് ബിരുദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
ഇവൻ ഭാഗവത കോകിലം പാവമ്പ രാധാകൃഷ്ണൻ എന്ന് നോട്ടീസിൽ വെച്ചിട്ട് നമ്മളവിടെ ചെന്നു ഒരു കഫം കയറി ശബ്ദം അടച്ചു പോയെങ്കിൽ എന്ത് ചെയ്യും? ഗോകുലമില്ലാതാകും. കോകിലമില്ലാതാകും. മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ്, ഭഗവാനെ ഇനിയും അനേക കാലങ്ങൾ നാമം ജപിക്കാൻ അവസരം തരണേ, അതിനുള്ള ആരോഗ്യവും ആയുസ്സും ശബ്ദവും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. അപ്പോൾ അത് മതി, അല്ലാതെ വേറെ ഒരു ബിരുദങ്ങളും നമുക്ക് വേണ്ട. എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും കിട്ടിയ ഒരു മൊമെൻറ്റോ, ഒരുപാട് മൊമെൻറ്റോ എൻ്റെ വീട്ടിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. എല്ലാം എനിക്ക് തന്നത് ഭാഗവതമാണ്. ഈ പേരും പ്രശസ്തിയും എല്ലാം, എന്തെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിൽ അതെല്ലാം തന്നത് ഭഗവാനാണ്. എനിക്ക് കുഞ്ഞുങ്ങളെ അയക്കാനും കുഞ്ഞുങ്ങളെ പ്രാപ്തിയാക്കാനും എല്ലാം നമ്മൾ സീറോയിൽ നിന്നാണ് തുടങ്ങിയത്. എല്ലാം തന്നത് ഭഗവാനാണ്. ഇപ്പോഴും നമ്മൾ ആ ഭാഗവതത്തെ ഉപാസിച്ചുകൊണ്ട്, ഭാഗവതത്തെ സ്നേഹിച്ചുകൊണ്ട്, എൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ ജീവനാണ് എനിക്ക് എൻ്റെ ഭാഗവതം. അത് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അതിനെ പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ഇങ്ങനെ ജീവിതം കഴിഞ്ഞു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇതിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. നമസ്കാരം സാർ, നമുക്കും വളരെ സന്തോഷം. ആയിക്കോട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇനിയും ഇത്തരത്തിലുള്ള ആചാര്യ പൗരാണിക യജ്ഞമേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള അഭിമുഖങ്ങൾ ഈ ചാനലിലൂടെ ഉണ്ടാകും. എല്ലാവരും കാണണം, എല്ലാവരും നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.